Friends, welcome to Coding. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജാങ്കോ ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന്റെ ഓവർവ്യൂ ആണ് നോക്കിയത്. ഇനി നമുക്ക് ഈ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എങ്ങനെ നമുക്ക് കോഡിംഗിൽ കൊണ്ടുവരാമെന്നാണ്. സോ ആദ്യം നമുക്ക് നമ്മുടെ സൊല്യൂഷനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് കുറെ HTML ഫയൽസ് ഉണ്ട്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു HTML ഫയൽ എടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന base.html ആണ്. നിങ്ങൾക്ക് വേറെ ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. സോ ബേസ് HTML-നകത്ത് ഞാനൊരു HTML-ന്റെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ സ്റ്റാറ്റിക് ഫയൽസ് ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ബൂട്ട് സ്ട്രാപ്പിന്റെ റെഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബൂട്ട് സ്ട്രാപ്പിന്റെ റെഫറൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിന്റെ മെയിൻ സൈറ്റിനകത്ത് ഡൗൺലോഡ്സിലേക്ക് പോവാം. സോ ഡൗൺലോഡിനകത്ത് നമുക്ക് ഈ ഒരു റെഫറൻസ് ഉണ്ട്, ലിങ്കും പിന്നെ ഒരു സ്ക്രിപ്റ്റും. സോ ഇത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ സൊല്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിക്കകത്ത് നമുക്കൊരു നാവിഗേഷൻ ബാർ കൊണ്ടുവരാം. സോ ബൂട്ട് സ്ട്രാപ്പിന്റെ ഒരു നാവിഗേഷൻ ബാർ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കാണാതെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് തന്നെ ഉണ്ട് ബൂട്ട് സ്ട്രാപ്പിന്റെ. അതിനകത്ത് നാവ് സെർച്ച് ചെയ്യാം. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കുറെ നമുക്ക് ബൂട്ട് സ്ട്രാപ്പിന്റെ എലമെന്റ്സ് ഉണ്ട്, കോമ്പോണൻസ് ഉണ്ട്. സോ ഇതിനകത്ത് ഞാൻ നാവ് ബാർ എടുക്കുകയാണ്. സോ നാവ് ബാറിനകത്ത് ഇതിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ നമുക്ക് അതിന്റെ സോഴ്സ് കോഡ് ഉണ്ട്. സോ ഈ കോഡ് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഞാൻ ഇത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിവ് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഡിവിനകത്ത് ഒരു ക്ലാസ് കണ്ടെയ്നർ, ഇത് ബൂട്ട് സ്ട്രാപ്പിന്റെ ക്ലാസ് ആണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അതിനകത്ത് ഞാനൊരു ജിഞ്ച ടെംപ്ലേറ്റ് കൊണ്ടുവരണം, ഒരു ബ്ലോക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്കിന് അതിന് പേര് കൊടുക്കാം. നമുക്ക് എന്ത് വേണമെങ്കിൽ പേര് കൊടുക്കാം. പക്ഷെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ബോഡി ബ്ലോക്ക് എന്നാണ്. ഓക്കെ, ബോഡി അണ്ടർസ്കോർ ബ്ലോക്ക്. എന്നിട്ട് ഇത് നമ്മൾ എൻഡ് ബ്ലോക്ക് വെച്ച് ക്ലോസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ മെയിൻ HTML. ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് വേറെ ടെംപ്ലേറ്റ്സിനകത്ത് ഈ ഒരു ബേസ് HTML നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ അതിന് ഞാൻ ഇവിടെ index.html നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തു വെച്ചതാണ്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡോക് ടൈപ്പ് HTML, നമ്മളിത് HTML നമ്മൾ ഇങ്ങനെ കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയാണ്, ഒരു HTML-ന്റെ കറക്റ്റ് ഫോർമാറ്റ്. അതിന് താഴെ നമ്മൾ എന്താ പറയുന്നത് പറഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ആപ്പിനകത്ത് ഈ ബേസ് HTML നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അതിനെ നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമ്മൾ ആഡ് എക്സ്റ്റെൻസ് ഫസ്റ്റ് ആപ്പ് base.html. സോ ബേസിന്റെ HTML എല്ലാം നമുക്ക് ഇവിടെ index.html-നകത്തോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതിന് താഴെ നമ്മൾ ബ്ലോക്ക്, ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് HTML-ന്റെ ബ്ലോക്കിന്റെ പേര് തന്നെ ആയിരിക്കണം നമ്മൾ index.html-ന്റെ ബ്ലോക്കിന്റെ പേര്. സോ ഇവിടെ ബ്ലോക്ക് ബോഡി അണ്ടർസ്കോർ ബ്ലോക്ക്. സോ സെയിം നെയിം ആയിരിക്കണം, ബേസ് HTML-ന്റെ ബോഡി ബ്ലോക്ക് തന്നെ ആയിരിക്കണം ഇതിന്റെ നെയിം കൂടെ. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഒരു എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, എലിമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് വെൽക്കം ടു ഇൻഡെക്സ് പേജ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വ്യൂ കണ്ടന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫസ്റ്റ് ആപ്പിനകത്ത് പോകുമ്പോൾ വ്യൂസിനകത്ത് ഇൻഡെക്സ് പേജ്, ഈ ഇൻഡെക്സ് പേജിനകത്ത് നമുക്ക് ഡിക്ഷണറി കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ index.html നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വേറൊരെണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് other.html എന്ന് പറഞ്ഞൊരു ഫയലാണ്. ഇതൊരു വേറൊരു ടെംപ്ലേറ്റ് ആണ്. ഇതിൽ നമ്മൾ ബേസ് HTML നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സ്റ്റെൻസ് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ ബോഡിക്കകത്ത് നമുക്ക് എലിമെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബ്ലോക്ക് കൊണ്ടുവരണം. ഓക്കെ, ബേസ് HTML-നകത്തുള്ള ബ്ലോക്ക് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. സോ വെൽക്കം ടു അതർ പേജ്, ഇത് നിങ്ങൾക്ക് HTML തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിത് ആഡ് ചെയ്തത്. ഓക്കെ, സോ രണ്ട് ഫയൽസ് ഉണ്ട്, index.html, other.html. ഇനി ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ base.html-നകത്ത് ഞാൻ ഇവിടെ നാവ് ബാർ കൊണ്ടുവന്നിട്ടുണ്ടോ. സോ ഈ നാവ് ബാറിനകത്ത് ഞാൻ 3 ലിങ്ക് ആണ് ആഡ് ചെയ്തത്, ഇൻഡെക്സ്, അഡ്മിൻ, അതർ. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് index.html ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അഡ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്മിന്റെ ലോഗിൻ പേജ്. ഓക്കെ, നമ്മൾ അഡ്മിന്റെ ലോഗിൻ പേജിനാണ് നമ്മളിവിടെ അഡ്മിൻ എന്ന് പറയുന്നത്. ഡബിൾ
ഡബിൾ കോളനകത്ത് ഇൻഡെക്സ്. ഓക്കെ, അഡ്മിനകത്ത് ഇൻഡെക്സ്, അതിന്റെ മെയിൻ പേജ്. ഓക്കെ, ഇനി അതർ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ അടുത്തൊരു URL മാപ്പിംഗ് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഡബിൾ കോട്ട്സ് മാറ്റിയിട്ട് നമ്മളിവിടെ പെർസെൻറ്റേജ്, കേർലി ബ്രേസ്, പെർസെൻറ്റേജ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിവിടെ URL, നമ്മുടെ ആപ്പിന്റെ പേര് എന്ന് പറയുന്നത് ഫസ്റ്റ് ആപ്പ് ആണ്. സോ ഫസ്റ്റ് ആപ്പിനകത്താണ് നമ്മൾ ഈ other.html എന്ന് എഴുതിക്കുന്നത്. അതായത് ഈ ഫസ്റ്റ് ആപ്പിനകത്ത് നമ്മുടെ URLs എടുത്ത് നോക്കിയാൽ നമ്മുടെ ആപ്പ് നെയിം ഉണ്ട്, ഫസ്റ്റ് ആപ്പ്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരേണ്ടത് ആപ്പ് നെയിം ആയിരിക്കണം. ഓക്കെ, സോ ആപ്പ് നെയിമിനകത്ത് ഫസ്റ്റ് അണ്ടർസ്കോർ ആപ്പ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ HTML. ഓക്കെ, സോ HTML നമ്മൾ കൊടുക്കുന്നത് views.other-നകത്താണ്. ഓക്കെ, സോ അതർ പേജ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇവിടെ അതർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്തിട്ട് നമ്മളിത് റൺ ചെയ്യാം. റൺ ചെയ്യണമെങ്കിൽ നമ്മൾ പൈത്തൺ സ്പേസ് manage.py റൺ serve. ഓക്കെ, സോ റൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന സൈറ്റ് ഇതാണ്, വെൽക്കം ടു ഇൻഡെക്സ് പേജ്. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇൻഡെക്സ് പേജ് ആയിരിക്കും, index.html. അതായത് ഈ index.html ആണ് ഇവിടെ ആദ്യം കാണിക്കുന്നത്. ഇനി അടുത്ത ഞാൻ ഇവിടെ അതർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വെൽക്കം ടു അതർ പേജ്, അതായത് അതറിന്റെ HTML ഫയൽ. ഓക്കെ, other.html ഫയലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ അടുത്തുന്നത് അഡ്മിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അഡ്മിന്റെ ലോഗിൻ പേജ് ആണ് റീഡയറക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരു ബേസ് HTML കാണും. സോ ആ ബേസ് HTML നിങ്ങൾക്ക് അതിനകത്ത് ഈ ബേസ് HTML നിങ്ങൾക്ക് വേറെ ടെംപ്ലേറ്റിനകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, സോ എക്സ്റ്റെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഇതാണ് മെയിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, base.html ആണ് നമ്മുടെ മെയിൻ HTML. സോ ഇതിനകത്ത് നമുക്ക് എത്ര ടെംപ്ലേറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബേസ് HTML എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ ബോഡിക്കകത്താണല്ലോ, സോ div ക്ലാസ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ ബ്ലോക്കിനകത്ത് നമുക്ക് ഒരുപാട് ഈ സബ് ടെംപ്ലേറ്റ്സിന്റെ എലമെന്റ്സ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. സോ ഇതാണ് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, ദെൻ ബൈ.